Hello, busy man. Happy Diwali. Hello. Hi. Happy Diwali. Happy Diwali. ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ദീപാവലി സ്പെഷ്യലായി കടലപ്പൊടി കൊണ്ടുള്ള, നമ്മുടെ കടലമാവ് കൊണ്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല അടിപൊളി സ്വീറ്റ്. ഇന്നും മനുക്കുട്ടൻസ് കിച്ചന്റെ റെസിപ്പി ട്രൈ ചെയ്ത് 4 പേരാണ് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത്. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഉരുക്കി കഴിയുമ്പോൾ ഞാൻ 1 ഗ്ലാസോളം കടലമാവ് എടുത്തിട്ടുണ്ട്, കടലപ്പൊടി. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ആവണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷം 1-2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസോളം റവയാണത്. റവ ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള റവയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു 1/2 ഗ്ലാസ് പാല് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ എടുത്ത ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അതിൻ്റെ ആ ലെവൽ എന്താന്നുള്ളത് നോക്കാം നമുക്ക്. കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു 1/4 ഗ്ലാസോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മധുരത്തിനനുസരിച്ച്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് പാല് കൂടി ഉണ്ട്, അത് ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പഞ്ചസാര നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കടലമാവ് എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് പാല് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് അതിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ വിട്ട് കിട്ടണം. നമ്മൾ ഓൾറെഡി നെയ്യ് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ വേഗം വിട്ട് കിട്ടും നമുക്ക്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലുള്ള പാത്രത്തിൽ ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്, നെയ്യ് വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം നമുക്ക്. ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കാഷ്യൂനട്ടാണ്, അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്, ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഇതുപോലെ മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 മണിക്കൂർ നമുക്ക് പുറത്ത് തന്നെ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ മതി കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. ഇത് 1 അവർ പുറത്ത് വെച്ചതിന് ശേഷമുള്ളതാണ്. നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഫോയിൽ പേപ്പർ വെച്ചതിൻ്റെ പേരിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, കടലമാവ് അതിൻ്റെ പേരിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ ഷേപ്പിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഡയമണ്ട് ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. 10 മിനിറ്റ് നേരത്തെ പണിയുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ബേസൻ ബർഫി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വാസം. Happy Diwali. Happy Diwali. ഇനി നമുക്ക് മനുക്കുട്ടൻസ് കിച്ചന്റെ ഇന്നത്തെ താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം. ഇന്ന് 4 പേരാണ് മനുക്കുട്ടൻസ് കിച്ചൻ റെസിപ്പി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത് റവ ബർഫി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ദേവി രാമചന്ദ്രൻ, കോണത്തുകുന്ന്, തൃശൂർ. താങ്ക് യു ദേവി രാമചന്ദ്രൻ. അടുത്തത് റവ ബർഫി തന്നെ ട്രൈ ചെയ്ത് നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് അഞ്ജലി ഹേമന്ത്, ചെന്നൈ, തമിഴ്നാടു. താങ്ക് യു അഞ്ജലി. അടുത്തത് അവൽ ലഡു ആണ്. ട്രൈ ചെയ്ത് നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് അശ്വതി അനൂപ്, ചെന്നൈ, തമിഴ്നാടു. താങ്ക് യു അശ്വതി. അടുത്തത് റവ ബർഫി തന്നെ നമുക്ക് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് സാൻഡി ഷാബു, കരുവന്നൂർ, ഇരിങ്ങാലക്കുട, തൃശൂർ. താങ്ക് യു സാൻഡി.
രാഗി നീ ഇടുന്ന റെസിപ്പിയൊക്കെ സിമ്പിൾ റെസിപ്പിയാണ്, ഞങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോ അവർക്ക് ഇഷ്ടമായി. പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഒരുവിധമൊക്കെ നീ ഇടുന്നത്. അത് കാരണം നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. കടയിലൊക്കെ പോയി വാങ്ങാൻ ഇപ്പോഴത്തെ സമയത്ത് കൊറോണയും കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അത് കാരണം നമുക്ക് വീട്ടിൽ തന്നെ ഇടാൻ പറ്റുന്ന നല്ല നല്ല റെസിപ്പിയാണ് നീ ഇടണേ. ഇവിടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഭയങ്കര ഇഷ്ടമായി. ഇനിയും പുതിയ റെസിപ്പി ഇടാ. ഞങ്ങളെ പോലെയുള്ള വീട്ടിലിരിക്കുന്ന കുറെ അമ്മമാരുണ്ട് ഇപ്പൊ. അപ്പൊ അവർക്കൊക്കെ ഞങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഈ റെസിപ്പി കൂടെ ഞങ്ങൾക്ക് സാധിക്കും. ഇനി നിങ്ങൾക്കും ഇതുപോലെ മണിക്കുട്ടൻസ് കിച്ചൺ റെസിപ്പി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മണിക്കുട്ടൻസ് കിച്ചണ് അക്കൗണ്ട് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഫോട്ടോകൾ അയച്ചു തരാവുന്നതാണ്. ഞങ്ങളതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഓരോ വീഡിയോസിലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.